103 ആണോ കിട്ടിയത്? അല്ലല്ലോ, അത് തെറ്റാണല്ലോ. അപ്പൊ 103 അല്ലല്ലോ. 603. എങ്ങനെ? വേരിയബിൾ കോസ്റ്റ് ആണോ പറയുന്നത്? അതെ അതെ, ഈ എല്ലാ ചേഞ്ചസ് എല്ലാം മാറ്റിയതിനു ശേഷമുള്ള ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര പറഞ്ഞത്? 603. 603. 1 മിനിറ്റ്. അപ്പൊ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്ര കിട്ടുന്നത്? 297. 297. ആ, ഓക്കെ 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 ഓക്കെ. അപ്പൊ വേരിയബിൾ കോസ്റ്റിലല്ല തെറ്റ്. EFC 70 to 60,000 അല്ലേ സർ? TFC 70 to 60,000. യാ. സെല്ലിംഗ് പ്രൈസ് 900 അല്ലേ സർ ഇതിന്? അത് അതെ, ചേഞ്ച് സെല്ലിംഗ് പ്രൈസ് 900 തന്നെ. സി എം യൂണിറ്റ്സ് ടു നയൻ ശരിയാണ്, സെവൻ പക്ഷെ ആണെന്നുണ്ടെങ്കിൽ വേരിയബിൾ കോസ്റ്റിലും സെല്ലിംഗ് പ്രൈസിലും തെറ്റില്ല എന്നർത്ഥം. ഓക്കെ. അതെ. സൗണ്ട് കുറച്ച്. അപ്പൊ ഈ റവന്യൂ ഞാൻ തന്ന യൂണിറ്റ്സ് കറക്റ്റ് ആണ്, സെല്ലിംഗ് പ്രൈസ് ഇതാണെങ്കിൽ റവന്യൂ അത് തന്നെയാ വരുന്നത്. ഒരു മിനിറ്റ്. 70 to 60,000 divided by 297 multiply 900 ചെയ്യുമ്പോൾ 21.99999 ആ രീതിയിലാണ് പോകുന്നത്. ആ, 2.2 ഒരു മില്യൺ എന്ന് പറയാം. വണ്ണിന്റെ കുറവുണ്ട്. അതൊരു വണ്ണിന്റെ കുറവുണ്ട്. പക്ഷേ ഞാൻ ഇയാള് പോയിന്റ്സ് ആ കാൽക്കുലേറ്ററിൽ ഫുൾ പോയിന്റ്സ് എടുത്തില്ല, ഒരു 2 പോയിന്റ്സ് അങ്ങനെയൊക്കെ എടുത്തുള്ളൂ, ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്. അതെ 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 അതെ. അത് നമ്മൾ ഫൈനൽ ആൻസർ ഫൈൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് എല്ലാ പോയിന്റ്സും എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ. ശിവാനിന്റെ എന്തായി? സാർ എനിക്ക് തെറ്റുണ്ട് സാർ. സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ? ഓക്കെ ഓക്കെ, ഷുവർ ഷുവർ. 1 മിനിറ്റ്.
ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് കാണുന്നുണ്ടല്ലോ? ഓക്കെ അല്ല? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കുറച്ച് ചേഞ്ചസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് മേലെ എഴുതിയത് തന്നെ ചേഞ്ച് വെച്ചിട്ട് പോകാം കേട്ടോ, അതാവും ബെറ്റർ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അസ്യൂം എ 10% ഇൻക്രീസ് ഇൻ TFC. 10% ഇൻക്രീസ് ഇൻ TFC. ഇതിൽ 10% ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 72,60,000 എന്ന് കിട്ടും. ഓക്കെ, 20% ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ്. 20% ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ്. നമ്മൾ ഓൾറെഡി എഴുതിയതല്ല, ഒന്ന് റൈസ് ചെയ്യുന്നുണ്ട്. %20 ഇൻക്രീസ് ഇൻ ഡയറക്റ്റ് ലേബർ പെർ യൂണിറ്റ് പ്ലസ് ഇതിലെന്താണ് 20% ആണ് കൂടിയിട്ടുള്ളത്. അപ്പോ ഇതിലോട്ട് എന്താണ് 20% ആഡ് ചെയ്യാം. എത്ര വരുന്നത്? 240 പ്ലസ് 20%, 288. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് റെഡ്യൂസ്ഡ് ടു 75%. റെഡ്യൂസ്ഡ് ടു 75%. ഇവിടൊക്കെ എന്താണ് 10% ഇൻക്രീസ് ഇൻ TFC. ഇവിടൊക്കെ ഇൻ അല്ലെങ്കിൽ ബൈ 20% എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് 20% കൂടെ കൂടി. ഓക്കെ, അതായത് അഡീഷണൽ ആയിട്ട് 20% കൂടി എന്നർത്ഥം. ഓക്കെ, ഇൻ ഓർ ബൈ എന്നൊക്കെ വന്നാൽ. ഓക്കെ, ഇനി ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താ? ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് റെഡ്യൂസ്ഡ് ടു 75%. 75% മാറി. ടു 75% എന്ന് പറഞ്ഞാൽ 25% ഡിക്രീസ് ചെയ്തു. ഈ കാര്യം ഇങ്ങനെയോ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ 25% എന്നും പറയാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ആദ്യം ക്വസ്റ്റ്യൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ ആൻസറിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഡിക്രീസ്ഡ് ബൈ 25% എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ത്? റെഡ്യൂസ്ഡ് ടു 75% എന്ന് പറയുന്നത്. ഓക്കെ, 75% മാറി. ഓക്കെ, അപ്പോ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണുള്ളത്. അപ്പൊ എത്ര ശതമാനമാണ് കുറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റ് മെറ്റീരിയൽ 25% കുറഞ്ഞു. അപ്പോ 180 ഇൻറ്റു 75%, അതിനെ 75%ലോട്ട് മാറ്റാം. അല്ലെങ്കിൽ ഈ രീതിയിലും എഴുതാം, അല്ലെങ്കിൽ 180 മൈനസ് 25% എന്നും എഴുതാം. രണ്ട് രീതിയിലും ഈ ക്വസ്റ്റ്യൻ ഫൈൻഡ് ചെയ്യാം. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ പെർ യൂണിറ്റ് ഫൈൻഡ് ചെയ്യാം. 180 ഇൻറ്റു 75% എന്ന് ചെയ്താൽ 135 എന്ന് കിട്ടും. 135. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഫുള്ള് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ഫുള്ളായിട്ട് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SP 900. വേരിയബിൾ കോസ്റ്റ് എത്ര? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ അല്ല, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നെയാണ്. പെർ യൂണിറ്റ് തന്നെ വരിക. ഓക്കെ, എത്രയാണ് വേരിയബിൾ കോസ്റ്റ്? 135 പ്ലസ് 288. 135 പ്ലസ് 288 പ്ലസ് 105 പ്ലസ് 75. 603. 603 എന്ന് കിട്ടും. ഫൈനലി CM എന്ത് കിട്ടി? CM എന്ത് കിട്ടി? 297 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? 297 എന്ന് കിട്ടി. കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടിയില്ലേ? TFC നമ്മൾ ഓൾറെഡി ഇവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടിയിട്ടുണ്ട്. BEP യൂണിറ്റ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? BEP യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു TFC ഡിവൈഡഡ് ബൈ
CM per unit is equal to 72 60,000 divided by 297 is equal to 0.44. ഇത്രയും യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എത്ര യൂണിറ്റ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്? 22,000 അല്ലേ? 22,000 അല്ലേ ഓൾറെഡി ഉണ്ടായിരുന്നത്? യെസ് സർ. 22. അപ്പോ 2444.44 എന്നുള്ളത് ചേഞ്ച് ആയിട്ട്, യൂണിറ്റ്സിന്റെ ചേഞ്ച് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി റവന്യൂ ചേഞ്ച്, ഇത് ഡയറക്റ്റ് ആയിട്ട് റവന്യൂ, ഇതാണ് ചേഞ്ച് ആയിട്ടുള്ള യൂണിറ്റ്സ്. ഇതേ മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ മതി? 900 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതേ മൾട്ടിപ്ലൈ 900 ചെയ്താൽ എന്ത് കിട്ടും? 2199.99 എന്ന് കിട്ടും. അതായത് 2.2 മില്യൺ എന്നർത്ഥം. ഓക്കെ, നമുക്ക് റൗണ്ട് ചെയ്താൽ 2.2 മില്യൺ, അതായത് 0.0001 ആഡ് ചെയ്താൽ നമുക്ക് 2.2 മില്യൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2.2 മില്യൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ചേഞ്ച്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? BEP യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്തു. BEP യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്തിട്ട് നമ്മളുടെ ഓൾറെഡി ഉള്ളത് വെച്ചിട്ട് ലെസ് ചെയ്തു. അതായത് അപ്പോൾ നമുക്ക് ചേഞ്ച് കിട്ടി. ചേഞ്ച് അത്രയും യൂണിറ്റ്സ് ആണ് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആ ചേഞ്ചിന്റെ റവന്യൂ എന്തായിരിക്കും? അതേ മൾട്ടിപ്ലൈ ബൈ എന്ത് ചെയ്താൽ മതി? സെല്ലിംഗ് പ്രൈസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചേഞ്ച് ആയിട്ടുള്ള റവന്യൂ കിട്ടും. ഓക്കെ, അല്ലാതെ റവന്യൂ ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചും ഫൈൻഡ് ചെയ്യാം. BEP റവന്യൂ is equal to TFC divided by CMR വെച്ച് ഫൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ യൂണിറ്റ്സ് മൾട്ടിപ്ലൈ 900 ചെയ്താൽ അപ്പോഴും നമുക്ക് ആ ചേഞ്ച് ഇല്ലാത്ത റവന്യൂ കിട്ടും. എന്നിട്ട് നമുക്ക് ഓൾറെഡി ഉള്ള റവന്യൂ വെച്ച് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഉള്ള റവന്യൂ കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ശിവാനി ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? Yes, sir, മനസ്സിലായി. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുത്തേ. മനസ്സിലായിട്ടില്ലെങ്കിൽ, എവിടെയെങ്കിലും മനസ്സിലാവാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശിവാനി ചോദിക്കാട്ടോ. ആരാധന കഴിഞ്ഞ ക്ലാസ് മിസ് ചെയ്തിട്ട് റെക്കോർഡിങ്സ് കണ്ടിട്ടില്ലായിരുന്നോ? ഓക്കെ അല്ലേ? ആരാധന ഓക്കെ ആണോ? Yes, sir. ഓക്കെ, റെക്കോർഡിങ്സ് കണ്ടിട്ടുണ്ടായിരുന്നോ? Yes, sir. കണ്ടു. ഓക്കെ, അതിലൊന്നും കുഴപ്പമില്ലല്ലോ? കൺസെപ്റ്റ് കാര്യങ്ങളൊന്നും ക്ലിയർ ആവാത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഓക്കെ ഹോംവർക്ക് ചെയ്തപ്പോ ശരി. ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഓക്കെ ഡൗട്ട് സർ. ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനോട് കോണ്ടാക്ട് ചെയ്താൽ, സാർ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിന്റെ മുമ്പേ തീർക്കണം എന്നുണ്ടെങ്കിൽ സാർ ത്രൂ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരാൻ കാരണം, ഈ ചേഞ്ചിൽ നമ്മൾ ഡിക്രീസ്ഡ് ബൈ അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ടു, ഈ ഒരു രീതിയിലൊക്കെ ഈ ടു ബൈ ഇൻ എന്നുള്ളതൊക്കെ സെന്റൻസിൽ വരുമ്പോൾ അതെങ്ങനെയെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കാൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു രീതിയിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ
നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് ഒന്നും പറയാം കേട്ടോ. എഴുതി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു നല്ല ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു minute. ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? യെസ് സർ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ ചാറ്റ് ബോക്സിൽ വിടുക കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരണോ? An organization manufactures and sells a single product. ജി എന്നാണ് പ്രോഡക്റ്റിന്റെ പേര്. ഇറ്റ് ഹാസ് പ്രൊഡ്യൂസ്ഡ് ദ ഫോളോയിങ് ബജറ്റ് ഫോർ ദ കമ്മിങ് ഇയർ. അതിന്റെ ബജറ്റ് ആണ് ഈ തന്നിട്ടുള്ളത്. സെയിൽസ് റവന്യൂ 20,000 യൂണിറ്റ്സിന്റെ ആണ്. ഇപ്പൊ ഈ തന്നിട്ടുള്ളതൊക്കെ തൗസൻഡ്സിലാണ് കേട്ടോ. അതാണ് മേലെ ആ 3 പൂജ്യമായിട്ട് ഒരു ഡോളർ കാണുന്നത്. ഇതിന്റെ കൂടെ ഒരു 3 പൂജ്യം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സെയിൽസ് റവന്യൂ 20,000 യൂണിറ്റ്സിന്റെ സെയിൽസ് റവന്യൂ ആണ്. 5,000 ആണ്. മാനുഫാക്ചറിങ് കോസ്റ്റ് ആയിട്ട് വരുന്നത് ഫിക്സഡ് കോസ്റ്റ് 1,600, വേരിയബിൾ കോസ്റ്റ് 1,400. സെല്ലിംഗ് കോസ്റ്റും അതേപോലെ തന്നെ ഫിക്സഡ് 1,200, വേരിയബിൾ കോസ്റ്റ് 400. കോസ്റ്റ് ഓഫ് സെയിൽസ്, ഓക്കെ, വിൽക്കാനുള്ള കോസ്റ്റ് വന്നത് 4,600. പ്രോഫിറ്റ് ആയിട്ട് 400 എന്ന് കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ബ്രേക്ക് ഇവൻ യൂണിറ്റ്സ് എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്നുള്ളതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മേലെ തന്നിട്ടുള്ള കോസ്റ്റിന്റെ ടോട്ടൽ ആണ് ഇത്. ഓക്കെ, ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പ്രൈവറ്റ് മെസ്സേജ് ആയിട്ട് ഇടുക കേട്ടോ.
ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാട്ടോ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ, ഞാനൊന്ന് നിസ്കരിച്ച് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്തോളൂ. ഓക്കെ. മുബഷിറ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി, ആരാധന കറക്റ്റ് ആണ്. ഓക്കെ. ഇവിടെ ബാക്കി രണ്ടുപേര്.
സുബിത കറക്റ്റ് ആണ്. ഗുഡ് 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 കറക്റ്റ്. ശിവാനി കിട്ടിയിട്ടുണ്ടോ? എന്താ അവസ്ഥ? സർ ആൻസർ തെറ്റുണ്ട്. ഒന്നുകൂടി ട്രൈ ചെയ്തേ ശിവാനി, ഒന്നുകൂടി ട്രൈ ചെയ്യേ. TFC ഞാൻ ഇപ്പൊ അയക്കണതാണ് പറയും. TFC എത്ര കിട്ടിയത്? അതെ, TFC അത് തന്നെയാണ്. പിന്നെ എവിടെ തെറ്റിയത്? TFC ഡിവൈഡഡ് ബൈ CM പെർ യൂണിറ്റ്. സർ TVC ഒന്ന് അയക്കാം, അതൊന്ന് നോക്കണം കറക്റ്റ് ആണ്. ഓക്കെ, TVC അയച്ചോ. TVC കറക്റ്റ് ആണ്. TCM എത്ര കിട്ടിയ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. സർ ഇപ്പൊ ശരിയാ, ഒരു മിനിറ്റ്.
കിട്ടിയിട്ടുണ്ടോ ശിവാനി? എന്താ അവസ്ഥ? കിട്ടിയിട്ടുണ്ടോ? യെസ് സർ, ഒരു മിനിറ്റ്. ഓക്കെ. എല്ലാവരും ക്യാമറ ഓൺ ആക്കി തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ. സർ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്യാമറ ഓൺ ആക്കിയാ പോരെ? വയ്യ. ഓക്കെ 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 ഓക്കെ. കറക്റ്റാ ശിവാനി, കറക്റ്റാ. ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ മെയിനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ. ഐ തിങ്ക് ശിവാനിക്ക് ഈ യൂണിറ്റ്സ് ആയിരിക്കും എടുക്കാത്തതായിട്ട് ഉണ്ടാവുക. ഓക്കെ, മേ ബി. സർ ഒരു ആ, ഡൗട്ട്. പറ. സർ ഈ CMU നമുക്ക് സെല്ലിംഗ് പ്രൈസ് മൈനസ് എന്താ പറയാ TVC ചെയ്യാൻ പറ്റില്ലേ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് ആണ്. പെർ യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, പെർ യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. ഇവിടെ തന്നിട്ടുള്ളത് സെയിൽസ് റവന്യൂ ആണ്, അതായത് ടോട്ടൽ സെയിൽസ് റവന്യൂ. ഓക്കെ, ടോട്ടൽ ആണ്. ഇതിന്റെ പെർ യൂണിറ്റ് ആണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്, SP. ഓക്കെ. അതേപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഈ 20,000 യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ഒരു യൂണിറ്റിന്റെ വേരിയബിൾ കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് TCM. പെർ യൂണിറ്റിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ ആണ് CM പെർ യൂണിറ്റ്. ഓക്കെ, ആ ഡൗട്ട് അതിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ 20,000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്, സെയിൽസ് റവന്യൂ എത്രയാണ്? 5,000 ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര? ഇത് വേരിയബിൾ കോസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഇതും വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ 1,400ഉം 400ഉം, അപ്പോൾ 1,800. ഓക്കെ, 1,800 ആണെന്ത്? TVC. സെയിൽസ് റവന്യൂ 5,000. ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ എത്രയാണ് കിട്ടുന്നത്? 3,200. ഓക്കെ, 3,200. അപ്പോ ഇത് എത്ര യൂണിറ്റ്സിനാണ്? 3,200 എന്ന് പറയുന്നത് ഒരു 30ന്റെ കുറവുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു 30 എടുക്കാഞ്ഞാൽ മതി. ഓക്കെ, ഡിവൈഡ് ബൈ 20 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ബൈ 20, 160. ഓക്കെ, 160 എന്താണ് എന്താണ് CM പെർ യൂണിറ്റ് ആണ്. ഓക്കെ, 160 CM പെർ യൂണിറ്റ് കിട്ടി. നമ്മളുടെ BEP യൂണിറ്റ്സ് അല്ലേ ഫൈൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? TFC ഡിവൈഡ് ബൈ CM പെർ യൂണിറ്റ്. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ഇത് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, ഇതും ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പോൾ
2,800. Okay, 2,800. divided by per unit അല്ലേ, അപ്പോൾ 30 കൂടി എടുക്കുക, ഇങ്ങനെയാണെങ്കിൽ 160 എന്ന് കൊടുക്കാം. ഓക്കെ, എത്ര കിട്ടുന്നു? ഓക്കെ ഓക്കെ അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. എഴുതി വെക്കാട്ടോ, പ്രോപ്പറായിട്ട് എഴുതി വെക്കാം. ആൻസർ സി ആന്നുള്ളത്. ഈ ക്വസ്റ്റ്യന് നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്താ അവസ്ഥ? നേരത്തെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ No, എഴുതി. sir. ഓക്കെ, ഇതിന്റെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതാൻ നിന്നാൽ നമ്മളുടെ ടൈം അത്രയും പോവും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ നമ്മൾ ഈ PDF-ലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലോ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. ആ ക്വസ്റ്റ്യൻ എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഇതിന്റെ എന്തെങ്കിലും ഓർഗനൈസേഷന്റെ പേരോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ജിയോ അങ്ങനെ ക്വസ്റ്റ്യൻ നെയിം ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിലുള്ള എന്തെങ്കിലും മാർക്കുകൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ നെയിം ആയിട്ട് കൊടുക്കുക. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ കമ്പനീന്റെ പേരോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ആ ക്വസ്റ്റ്യൻ നെയിം ആയിട്ട്, ക്വസ്റ്റ്യൻ ഐഡന്റിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു പേരായിട്ട് അങ്ങനെ കൊടുക്കുക. ഇത് എഴുതിയിട്ട് പറയാട്ടോ. ഇതിൽ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഫിക്സ്ഡ് കോസ്റ്റും ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ള വേരിയബിൾ കോസ്റ്റും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞിട്ടുണ്ടോ? എന്താ അവസ്ഥ? Yes, sir. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The management accountant of Caroline PLC has calculated the firm's break-even point from the following data.
ഈ ഡാറ്റയിൽ നിന്ന് ഫേമിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡ് ഫോർ നെക്സ്റ്റ് ഇയർ തന്നിട്ടുണ്ട്. It is now expected that the product selling price and variable cost will increase by 8% and 5.2%. അതായത് സെല്ലിംഗ് പ്രൈസ് 8%ഉം വേരിയബിൾ കോസ്റ്റ് 5.2%ഉം. ഓക്കെ, ഇൻക്രീസ് ബൈ 8%ഉം രണ്ടും ഇൻക്രീസ് ആണ് കേട്ടോ, ഇൻക്രീസ് ബൈ ആണ്. ഓക്കെ, ബൈ ഹൗ മച്ച് വിൽ കരോളിൻ ബ്രേക്ക് ഇവൻ പോയിന്റ് ഫോർ നെക്സ്റ്റ് ഇയർ ചേഞ്ച് ബൈ ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ചേഞ്ച്. ഇതിന്റെ ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് അറിയോ? അറിയോ എന്താ അവസ്ഥ? എത്രയാണോ ചേഞ്ച് അതേ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ, ബേസ് ഏതാണോ ആദ്യത്തെ ഉള്ളത് അത് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കിട്ടും കേട്ടോ. ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 ചെയ്താൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ആണ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ചേഞ്ച് എങ്ങനെ ഫൈൻഡ് ചെയ്യൽ എന്നുള്ളത് നമ്മൾ നേരത്തെ ഇതിന്റെ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പെർസെൻറ്റേജിലുള്ള ചേഞ്ച് എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം ചേഞ്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ എമൗണ്ടിൽ എത്രയാണോ ചേഞ്ച് വന്നത് എന്നുള്ളത് മേലെ കൊടുക്കുക. അതിന്റെ ബേസ് ഇയർ, ബേസ് ആയത് ആദ്യമായി കിട്ടിയ എമൗണ്ട് ഏതാണോ അത് ബേസ്. ഓക്കെ, പിന്നെ രണ്ടാമത്തതിൽ ഈ ചേഞ്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യമുള്ളത് ചേഞ്ച്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ച് ഒന്നും വരാത്തതാണ് എന്ത്? ബേസ്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ചേഞ്ച് വരാത്ത ഐറ്റംസ് ആണ്, വരാത്ത ആയിട്ടുള്ള കിട്ടുന്ന എമൗണ്ട് ആണ് ബേസ് ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ ആണോ? മനസ്സിലായോ ബേസ് ഏതാണെന്നുള്ളത്? ഓക്കെ, അത് മൾട്ടിപ്ലൈ 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കിട്ടും. ഇതൊന്ന് ഫൈൻഡ് ചെയ്തേ, ഇതൊന്ന് ഫൈൻഡ് ചെയ്യാം. ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളിയാവും. ഓക്കെ. മുബഷിറ കറക്റ്റ് ആണ്. ഗുഡ്.
സുബിത തെറ്റാണല്ലോ. ഒന്നുകൂടി നോക്കിയേ. ഓ, കറക്റ്റ് ആണ്. ഗുഡ് ഗുഡ് ഗുഡ്. ശ്രദ്ധിക്കണം കേട്ടോ, ആൻസർ ചെയ്യുമ്പോൾ MCQയിൽ ആൻസർ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോ ഫാൾ ആണോ റൈസ് ആണോ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം ഫാൾ ആണോ റൈസ് ആണോ എന്നുള്ളത്, അതായത് കൂടുകയാണോ കുറയാണോ എന്നുള്ളതൊക്കെ നല്ലോണം നോക്കിയിട്ട് വേണം ഒരു ഓപ്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യാന്. ഓക്കെ, വളരെ കുറഞ്ഞ ടൈമേ ഒരു MCQന് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത്രയും സൂക്ഷിച്ചു വേണം ആ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരാധന കറക്റ്റ് ആണ്. ഗുഡ്. ശിവാന പറഞ്ഞോളൂ. സാർ ഒരു ഡൗട്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുമ്പോ നമ്മൾ ബേസ് ആ ഇയർ ബ്രേക്ക് ഇവൻ പോയിന്റും പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് വന്നതിന് ശേഷമുള്ള ബ്രേക്ക് ഇവൻ പോയിന്റും അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ പെർസെന്റേജ് ആണോ വന്നിരിക്കുന്നത്? അതെ, അതിന്റെ പെർസെന്റേജ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമ്മളോട് അതല്ലേ ചോദിച്ചിട്ടുള്ളത്. By how much will Caroline's break-even point for the next year change by as a result of these changes? ഈ ചേഞ്ച് ഒക്കെ ഇപ്പൊ തന്നിട്ടുള്ള ചേഞ്ച് ഒക്കെ നമ്മളുടെ ബ്രേക്ക് പോയിന്റിൽ എന്തെല്ലാം ചേഞ്ച് കൊണ്ടുവരും, അത് പെർസെന്റേജിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളൊക്കെ സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണോ? എന്താ അവസ്ഥ? ഏതാ സോഫ്റ്റ്വെയർ ഉള്ളത്? ഓക്കെ. ഹോക്ക് ഉണ്ടല്ലേ. ഓക്കെ, ഹോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ നമ്മളുടെ സെക്ഷന് ഏതെങ്കിലും? ബാക്കിയുള്ളവരൊക്കെ ഈ സെഷൻ നോക്കിയിട്ടില്ല സർ. ഓക്കെ, ഈ ഒരു ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ശിവാനി കറക്റ്റ് ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, വൺസ് ഞാൻ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയാൽ ഞാൻ അത് പറയും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തരാം. നമുക്ക് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര കുറച്ച് ലെങ്തി ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞാനൊരു 1 വീക്ക് ക്ലാസ് ഒക്കെയാണ് ഈ ഒരു രീതിയിൽ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകണം. ഓക്കെ, 1 വീക്കിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഒരു 5 മിനിറ്റ്സ് കൊണ്ടൊക്കെ
നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിലോട്ട് എത്തണം. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ആ ഒരു രീതിയിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ബേസ് ഇയർ കറക്റ്റ് ആണ്, പിന്നെ ശിവാനി കറണ്ട് ഇയർ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അതിലുള്ള വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 ചെയ്താൽ നിനക്ക് ആൻസർ കിട്ടും കേട്ടോ. സർ എനിക്ക് 91 പോയിന്റ് സംതിങ് ആ വരുന്നത്, അതാണ് എനിക്ക് ഡൗട്ട്. 91 പോയിന്റോ? അങ്ങനെ വരില്ലല്ലോ. ചേഞ്ച് എത്ര നീ എഴുതിയത്? ചേഞ്ച് ബേസ് ഇയറും കറണ്ട് ഇയറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചേഞ്ച്. ഓക്കെ, ഡിഫറൻസ് ആണ് ചേഞ്ച്. ഓ ഓക്കെ, എന്താണ് ഫയൽ ചെയ്തിട്ടുണ്ടോ ശിവാനി? ആ സർ, തെറ്റും. എത്ര കിട്ടിയത്? 8.9. 8.98 അല്ലേ? ആ അത് നമുക്ക് 9% ആയിട്ട് റൗണ്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇത് ഫാൾ ആണോ റൈസ് ആണോ? ഫാൾസ്. ഫാൾ. ഓക്കെ, ഗുഡ്. അപ്പൊ ഓപ്ഷൻ ഡി. ഓക്കെ, ഗുഡ്. ശിവാനി എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യന് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതിയിട്ടാണോ ചെയ്യുന്നത്? ക്ലോസ് മീൻസ് ഇപ്പോൾ സെല്ലിംഗ് എങ്ങനെ കേൾക്കുന്നില്ല, മ്യൂട്ടായി. പ്രൈസ് വേരിയബിൾ കോസ്റ്റിന്റെ ഒക്കെ വാല്യൂ എഴുതി അങ്ങനെ ചെയ്യും. ഓക്കെ, നമ്മള് ചെയ്യുമ്പോൾ പരമാവധി മാക്സിമം നമ്മൾ സ്പീഡായിട്ട് നമ്മളുടെ ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഒബ്ജക്റ്റീവ്, പ്രത്യേകിച്ച് CMA പോലത്തെ എക്സാമിൽ. ഓക്കെ, അപ്പോ നമ്മള് പരമാവധി പെൻസിൽ എടുത്ത് എഴുതുക എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യന് പോകുമ്പോൾ അത്രയും ടൈം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോ പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളിതൊക്കെ ഈ പഠിക്കുന്നതൊക്കെ എന്തിനാ? എക്സാം പാസ്സാവുക, എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതിന് ആണ്. ഓക്കെ, അതിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോ ഇപ്പോ ഒരു 2, 3, 4, 5 ഏകദേശം 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മെല്ലെ നമ്മളുടെ സ്റ്റെപ്സ് ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്ന സമയത്ത് നീ സെല്ലിംഗ് പ്രൈസും വേരിയബിൾ കോസ്റ്റും ഒക്കെ ഓരോന്ന് സെപ്പറേറ്റ് എഴുതി, എന്നിട്ട് CM കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ചെയ്തു, എന്നിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിനിലോട്ട് എത്തി. ആ രീതിയിൽ പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നീ ഡയറക്റ്റ് ആയിട്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് എത്രയാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളത് മാത്രമേ നീ അവിടെ എഴുതി വെക്കാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ മാത്രം നോക്കുക. ഓക്കെ, ഓരോ ചെക്ക് പോയിന്റ് അഡീഷണൽ ചെയ്ത് നമ്മൾ ഡിക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഓരോ പോയിന്റിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ പ്രോസസ്സിന് എടുക്കുന്ന സമയം കുറച്ച് വരിക. അപ്പോഴാണ് ലേണിംഗ് കർവ് എന്നുള്ള പ്രോസസ്സ് അവിടെ സംഭവിക്കുള്ളൂ. ഓക്കെ, ഇത് നീ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയം തന്നെ എല്ലാ ക്വസ്റ്റ്യനും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത് ആയിട്ടൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ മാത്സ് കുറച്ച് ടഫാണ് എന്നുള്ളത് നിന്റെ എവിടെയോ ഏതോ ഒരു മൈൻഡിൽ നിനക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് മാത്സ് ടഫാണ്, അപ്പൊ എനിക്കിത് തെറ്റാൻ ചാൻസ് കൂടുതലാണ്, അപ്പൊ ഞാൻ ഓരോന്ന് എഴുതി വെച്ചിട്ട് അങ്ങനെ പോകാമെന്നുള്ളത് നിന്റെ ഇന്നർ മൈൻഡിൽ എവിടെയോ നീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതൊന്ന് മെല്ലെ മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, പ്രോപ്പറായിട്ട് മെല്ലെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു 1.8 മിനിറ്റ് കൊണ്ട്
ഓക്കെ 1.8 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ കിട്ടണം. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ ചേഞ്ച് ആയി വരേണ്ടത്. അപ്പോൾ കുറച്ചിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരിക. ഓക്കെ, നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഓക്കെ യെസ് സർ. ഓക്കെ, ഡിസപ്പോയിന്റഡ് ആവണ്ട. ഓക്കെ, മെല്ലെ എല്ലാതും പ്രോസസ്സ്, ഓരോ ചെറിയ പ്രോസസ്സിലൂടെ അത് സെറ്റായി വരുള്ളൂ. ഓക്കെ, ടേക്ക് യുവർ ടൈം, ബട്ട് ഡോണ്ട് ടേക്ക് ടു മച്ച് ടൈം. ഓക്കെ, കുറച്ച് ഗ്രോത്ത് ചെയ്ത് വരാം. നിനക്ക് തന്നെ അത് തോന്നണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് എഴുതി പോവാന്നതേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെൻസിൽ യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒരു കാൽക്കുലേറ്ററിൽ ഓക്കെ, നിനക്ക് വേണ്ടത് എന്താ, ഒരു ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ, TFCയും CM per യൂണിറ്റും. ഈ ക്വസ്റ്റ്യനിൽ TFC എവിടെ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്താ വായിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആദ്യം തൊട്ടേ വായിക്കല്ല, എവിടെയാണ് റിക്വയർമെന്റ് പറയുന്നത് അതാണ് നോക്കേണ്ടത്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും ലാസ്റ്റ് ആണ് റിക്വയർമെന്റ് പറയുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും ലാസ്റ്റ് ആണ് റിക്വയർമെന്റ് പറയാം. അപ്പോൾ ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് വായിച്ചിട്ട് ഓക്കെ, ഇതിൽ ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ചേഞ്ച് ഇൻ പെർസെന്റേജ് ചേഞ്ച് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ പെർസെന്റേജ് ചേഞ്ച് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ, അത് മാത്രം എടുക്കുക. അതായത് പെർസെന്റേജ് ചേഞ്ച് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്, TFC / CM per യൂണിറ്റ്. ഇത് രണ്ടും മതി. ഈ 2 സാധനം നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അത് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലോട്ട് മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരും കേട്ടോ. ഓക്കെ, ഇത് ശിവാനിയോട് മാത്രമല്ല ഓരോരുത്തരോടാണ്. നിങ്ങൾ പരമാവധി പെൻസില് അല്ലെ പെന്നിട്ട് എഴുതി പഠിക്കുന്നത് പരമാവധി കുറക്കുക. ഓക്കെ, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. അതായത് ഒരു ബ്രേക്ക് ഇവൻ യൂണിറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ 1, 2, 3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നീട് നമ്മൾ അങ്ങനെ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ പോയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു രീതിയിലോട്ട് മാറുക. എപ്പോഴും ഈ കഴിയുന്നിടത്തോളം നമ്മൾ ഈ പേപ്പർ പെന്നൊക്കെ യൂസ് ചെയ്യുന്നതിന് പകരം ഫുൾ കാൽക്കുലേറ്ററിൽ ഇതിന്റെ മെമ്മറി യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ M+, M-, MRC എന്നുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ളത് യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് മാത്രം പോവുക. ഓക്കെ, അതില് തികയാത്ത മാത്രം പേപ്പറിലോട്ട് എത്താൻ പാടുള്ളൂ. ഓക്കെ, പരമാവധി പേപ്പർ എഴുതി വെക്കുന്ന പരിപാടി നിർത്തുക. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രോപ്പറായിട്ട് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ്സിലുള്ള എല്ലാവർക്കും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബ്രേക്ക് ഇവൻ പോയിന്റ് യൂണിറ്റ്സിന്റെ അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ എന്താണ്, പെർസെന്റേജ് ചേഞ്ച് ആണ്. ഓക്കെ, പെർസെന്റേജ് ചേഞ്ച് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പെർസെന്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ഓക്കെ, ഇത് പ്രോപ്പറായിട്ട് ഒരു ബോക്സിലാക്കി വെക്കുക കേട്ടോ. ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കറണ്ട് ഇയറിന്റെ ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, കറണ്ട് ഇയർത്തെ ഡാറ്റ ആണ്. സെല്ലിംഗ് പ്രൈസ് 20 തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 8 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
ഇതിന്റെ CM നമുക്ക് ഇവിടെ കിട്ടൂലേ? CM എത്ര കിട്ടി? ഫിക്സ്ഡ് ഓവർഹെഡ് ഫോർ ദ നെക്സ്റ്റ് ഇയർ, അതായത് ഈ ഒരു വർഷത്തേക്കുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത്, ഓക്കെ, ഒരു വർഷത്തേക്കുള്ള ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് 79,104 എന്നുള്ള എമൗണ്ട് ആണ്. 79,104. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്താണ്? 12 നമ്മളുടെ CM പെർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? അപ്പോൾ നമുക്ക് കറണ്ട് ഇയർ എത്ര കിട്ടും? കറണ്ട് ഇയർ അല്ല, ബേസ് ഇയർ എന്നും പറയും. അതായത് ഈ ഒരു വർഷം ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഉള്ള വർഷം. കറണ്ട് ഇയറും ബേസ് ഇയറും ഇവിടെ സെയിം ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, കറണ്ട് ഇയറും ബേസ് ഇയറും സെയിം ആയിട്ടാണ് ഞാൻ പറയുന്നത്. അടുത്ത വർഷത്തേക്ക് നെക്സ്റ്റ് ഇയർ എന്നുള്ള ഡാറ്റ ഇവിടെ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇയർ എന്നുള്ള ഡാറ്റ കൊടുക്കുക. ഇവിടെ കറണ്ട് ഇയർ ഓർ ബേസ് അങ്ങനെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ 6592 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഓക്കെ, എത്ര യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി ബേസ് ഇയർത്തെ ഡാറ്റകൾ എന്തൊക്കെ? ബേസ് ഇയർ അല്ല, നെക്സ്റ്റ് ഇയർത്തെ ഡാറ്റകൾ എന്തൊക്കെ? കേൾക്കുന്നില്ല? ഓക്കെ അല്ലേ? Yes, sir. ഓക്കെ, Yes, sir. നെക്സ്റ്റ് ഇയർത്തെ ഡാറ്റ സെല്ലിംഗ് പ്രൈസ് എത്ര വരുന്നത്? 20 പ്ലസ് എത്ര 1.8%. പെർസെന്റേജാ? 8% അല്ല, 8%. 21.6 അല്ലേ? വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത്? 8 പ്ലസ് 5.2%. 5.2%, അതായത് 2%, 8.416. 8.416. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് നമുക്ക് എന്തായിട്ട് കിട്ടും? കോൺട്രിബ്യൂഷൻ മാർജിൻ ആയിട്ട് കിട്ടും. CM എത്രയാണ് വരുന്നത്? 13.184. ഓക്കെ, 13.184. ഈ സെയിം ഫിക്സഡ് കോസ്റ്റ് തന്നെയാണ് വരുന്നത്. 79,104 ഡിവൈഡഡ് ബൈ 13.184. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 യൂണിറ്റ്സ് എന്ന് കിട്ടും. 6000 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോ ഇവിടെ ഈ സെയിം ഇക്വേഷൻക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചേഞ്ച് എത്ര? 592. ചേഞ്ച് 592 ഡിവൈഡ് ബൈ ബേസ് 6592 into 100. 592 divided by 6592 into 100. 8.98 എന്നുള്ളത് 8.98 or 9% എന്ന് പറയാം. ഓക്കെ, or 9% എന്നും പറയാം. ഇതെന്താണ്? 592. ഓക്കെ, 6592 എന്നുള്ളത് ഇതായിരുന്നു കറണ്ട് ഇയർത്തത്. നെക്സ്റ്റ് ഇയറിൽ എത്ര ആയി? 6000 ആയി. കുറഞ്ഞിട്ടല്ലേ ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇതെന്താണ്? ഫോൾ. ഈ രണ്ട് ഓപ്ഷൻ അല്ലാന്ന് ആദ്യം മനസ്സിലായി. ഇതിലേതെങ്കിലും ആണോ എന്ന് നോക്കി. അപ്പൊ അത് ഫാൾ ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയും. ഓക്കെ, ഓപ്ഷൻ ഡി എന്ന് പറയും. ഇതൊന്ന് എഴുതിയിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ, എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന്. ശരി, sir. കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ ആണോ? Yes, sir. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് പറയുന്നത് കേട്ടോ. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇക്വേഷന് വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു ടോപ്പിക് കഴിയുമ്പോൾ ഇതിന്റെ ഒരു സമ്മറി നോട്ടായിട്ട് അതിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ. എന്നാലും ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒരു ബോക്സ് ആക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. Next question.
SP 60. Direct material 16. Direct labor 12. Variable manufacturing overhead 7. Variable non-manufacturing overhead 5. Total fixed cost 864,000. Calculate BEP units and BEP revenue if prime cost increased to 120%. ഇതാണ് ക്വസ്റ്റ്യൻ. Calculate BEP units and BEP revenue if prime cost increased to 120%. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? പ്രൈം കോസ്റ്റ് എന്താന്നുള്ളത് ബേസിക്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇൻക്രീസ്ഡ് ടു ആ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ആൻസർ ചാറ്റ് ബോക്സിലിട്ട്. മുബഷിറ കറക്റ്റ് ആണ് കേട്ടോ.
ശിവാനി തെറ്റാണല്ലോ, ഒന്നുകൂടി നോക്കിയേ. ശിവാനി ഒന്നുകൂടി നോക്കട്ടോ. സുബിത തെറ്റാണല്ലോ, ഒന്നുകൂടി നോക്കിയേ. എവിടെയാണ് തെറ്റുള്ളത് എന്ന് ഒന്നുകൂടി നോക്കുക. ആരാധന കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. സുബിത അതെന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. സർ നെഗറ്റീവ് എമൗണ്ട് ആണോ? അതെങ്ങനെ നെഗറ്റീവ് എമൗണ്ട് വരുന്നത്? നമ്മൾ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് എന്നുള്ളതല്ലേ ഫൈൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര റവന്യൂ ആണ് എന്നുള്ളതല്ല ഫൈൻഡ് ചെയ്യുന്നത്. അത് നെഗറ്റീവ് എമൗണ്ട് വരുമോ? ബ്രേക്ക് ഈവൻ ആവാനുള്ള യൂണിറ്റ്സ് നെഗറ്റീവ് എമൗണ്ട് വരുമോ? സർ പറഞ്ഞോളൂ. 40-20% അല്ലേ ഇൻക്രീസ് വരുള്ളൂ? എങ്ങനെ? വേരിയബിൾ കോസ്റ്റ് വേരിയബിൾ പ്രൈം കോസ്റ്റ് എന്നാ പറഞ്ഞിട്ടുള്ളത്. പ്രൈം കോസ്റ്റ് ഏതൊക്കെയാണ് പ്രൈം കോസ്റ്റ് വരുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ അത്രേ ഉള്ളൂ. അതാണോ എടുത്തിട്ടുണ്ടായിരുന്നത്? ഫുൾ എടുത്തു. അതാണ് നമ്മൾ ബേസിക്സിന്റെ കാര്യങ്ങളിൽ പോകുമ്പോൾ അതിൽ പറയുന്നത്. ഓക്കെ, ബേസിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബേസിക്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ഈ മിസ്റ്റേക്ക് ഇത് ഈ ക്വസ്റ്റ്യനിൽ വരണം. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസൊന്നും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്ക് തിരുത്താനും വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോ മിസ്റ്റേക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ പഠിക്കും. മിസ്റ്റേക്ക് വരാതെ അത് ആ ഒരു ക്വസ്റ്റ്യനെ മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇതൊക്കെയാണ് പ്രൈം കോസ്റ്റ് എന്നുള്ളത് ആ രീതിയിൽ പോവാം. രണ്ട് രീതിയിൽ പോയാലും നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്തെടുക്കാനും കൂടിയാണ്. ഓക്കെ, ബേസിക്സ് ഒക്കെ ഞാൻ എപ്പോഴും നമ്മളെ ഓരോ സ്റ്റുഡൻസിനോടും പറയുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം നിങ്ങൾ ആ ബേസിക്സിന്റെ ക്ലാസ് പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ആ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഓരോ സെക്ഷൻ പഠിക്കുമ്പോഴും ആ ബേസിക്സ് എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ബേസിക്സ് ആണ് എപ്പോഴും അതിൻ്റെ ഒരു, അതുകൊണ്ടാണല്ലോ അതിന് അതിൻ്റെ ഒരു ബേസ് ആണ്. ഓക്കെ, എല്ലാത്തിൻ്റെ ഒരു ബേസ് ആണ്. സുബിത കറക്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ബി യൂണിറ്റ്സ് ആണ് കേട്ടോ ഇത്, അല്ലേ? ബി യൂണിറ്റ്സ് അല്ലേ? ഓക്കെ, പോയിന്റിലാണ് ആൻസർ വരുന്നത്. പോയിന്റിലല്ല. എല്ലാ വേരിയബിൾ കോസ്റ്റും പ്രൈം കോസ്റ്റ് അല്ല. ഓക്കെ, ഡയറക്റ്റ് കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ടോട്ടൽ ആയിട്ടുള്ള 120% ആണോ ഇൻക്രീസ് ചെയ്യേണ്ടത്? അത് ഓരോന്നത്തിന്റെ ഇൻക്രീസ് ചെയ്യണോ? ഓരോന്ന് ഇൻക്രീസ് ചെയ്താലും ടോട്ടൽ ഇൻക്രീസ് ചെയ്താലും ഒരേപോലെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അത് ഇൻക്രീസ്ഡ് ടു 120% ആണ്, 120% മാറി. ഓക്കെ,
ആ എമൗണ്ട്ക്ക് പ്ലസ് 120% അല്ല, മൾട്ടിപ്ലൈഡ് ബൈ 120% ചെയ്താലേ ആ ഒരു പെർസെൻറ്റേജിലോട്ട് മാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ 20% എന്നും പറയാം. ഓക്കെ ഓക്കെ സുബിത കറക്റ്റ് ആണ് കേട്ടോ. വി പി റവന്യൂ കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്. ശിവാനി കിട്ടിയോ? എന്താ അവസ്ഥ? ഒരു മിനിറ്റ്. ഓക്കെ ശിവാനി കറക്റ്റ് ആണ്. ഗുഡ് ഗുഡ് നൈസ്. അതിന്റെ റവന്യൂ കൂടെ പെട്ടെന്ന് ഒന്ന് അയച്ചേ ശിവാനി. ഓക്കെ ഗുഡ് നൈസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ പറഞ്ഞത് ഇൻക്രീസ്ഡ് ബൈ 20%
എന്ന് പറഞ്ഞാലും അതെന്താണ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യന് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇത് രണ്ട് രീതിയിലും ഈ ടു വെച്ചിട്ടും ബൈ വെച്ചിട്ടും പറഞ്ഞു തരുന്നത് ഇതിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് മനസ്സിലാവാതെ പോവരുത്. ഈ രണ്ട് കോസ്റ്റ് ആണ് എന്ത് പ്രൈം കോസ്റ്റ്. ഈ ക്വസ്റ്റ്യനിൽ പ്രൈം കോസ്റ്റ്. ഓക്കെ, അപ്പോൾ പ്രൈം കോസ്റ്റ് എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? 28 പ്ലസ് 20%. ഓർ അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാൻ പറ്റുക? 28 ഇൻറ്റു 120%. ഇങ്ങനെ എഴുതിയാലും ഒരേപോലെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 28 ഇൻറ്റു 120% ചെയ്താൽ 33.6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈം കോസ്റ്റ്. വേരിയബിൾ ഓവർ ഹെഡ് ആയിട്ട് ബാക്കി എന്തൊക്കെയുള്ളത്? ബാക്കി ഈ ഒരു റിമൈനിങ് ആയിട്ടുള്ളത് ഈ രണ്ട് കോസ്റ്റ്, അതായത് സെല്ലിംഗ് പ്രൈസ് 60 ലെസ് പ്രൈം കോസ്റ്റ് ആയിട്ടുള്ളത് 33.6 ലെസ് ചെയ്യാനുള്ളതാണ്. ബാക്കിയുള്ള വേരിയബിൾ കോസ്റ്റ് 7 പ്ലസ് 5 12. ഓക്കെ, ഇത്രയും വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ലെസ് ചെയ്താൽ 14.4 എന്നുള്ളത് എന്ത് കിട്ടും? CM പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ CM പെർ യൂണിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് TFC ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. BEP യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു TFC divided by CM per unit is equal to 864,000 divided by 14.4 is equal to 60. $60,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 60,000 എന്ന് കിട്ടും. മൾട്ടിപ്ലൈഡ് സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. BEP യൂണിറ്റ്സ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് BEP റവന്യൂ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര? 60 ഈസ് ഈക്വൽ ടു നമുക്ക് BEP റവന്യൂ ആയിട്ടുള്ള 3.6 മില്യൺ എന്ന് കിട്ടും. ഓക്കെ, 3.6 മില്യൺ എന്ന് കിട്ടും, അല്ലെങ്കിൽ 36 ലാക്ക്. പക്ഷെ നമ്മൾ US CM ഡോളറിലാണ്. അപ്പോൾ 3.6 മില്യൺ എന്ന് കിട്ടും. ഓർ നമുക്ക് ഓക്കെ, ഒന്ന് എഴുതി വെച്ച പ്രൈം കോസ്റ്റ് എന്താ എന്നുള്ളതും അതിൽ നിന്ന് എങ്ങനെയാണ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്നുള്ളതും ഓക്കെ എന്നുള്ളതാണ് ഇവിടെ പ്രോപ്പറായിട്ട് പഠിച്ചത്. ഇതിന്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. എവറി വേരിയബിൾ കോസ്റ്റ് ഈസ് നോട്ട് പ്രൈം കോസ്റ്റ്. ബേസിക്സിൽ പഠിച്ചതാണ്. ഓൾ ഡയറക്റ്റ് കോസ്റ്റ് എല്ലാ ഡയറക്റ്റ് കോസ്റ്റും ആണ് പ്രൈം കോസ്റ്റ്, അല്ലാതെ എല്ലാ വേരിയബിൾ കോസ്റ്റും പ്രൈം കോസ്റ്റ് അല്ല. ഓക്കെ, ഇതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടോ? Yes, sir. Yes, sir. ഓക്കെ,
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണോ അതോ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണ്. ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിസ്കസ് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലല്ല, വോയിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാം. ഓക്കെ. ഇതിൽ എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ബി പി യൂണിറ്റ്സ് അല്ലേ? അതെ. ഓക്കെ. അപ്പൊ അതാണ് നമ്മളുടെ റിക്വയർമെന്റ് കേട്ടോ. ബി പി യൂണിറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് മാത്രം ഈ ക്വസ്റ്റ്യനിൽ എടുക്കുക. ഫിക്സഡ് കോസ്റ്റ് എത്ര, വേരിയബിൾ കോസ്റ്റ് എത്ര എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. അത് പ്രോപ്പർ ആയിട്ട് എങ്ങനെ എന്നുള്ളത് അടിയിൽ തന്നിട്ടുണ്ട്. ഏതിൽ നിന്നൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റ് എടുക്കേണ്ടത്, ഏതിൽ നിന്നൊക്കെയാണ് വേരിയബിൾ കോസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ എത്ര യൂണിറ്റ്സ് ആണെന്നുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണ്.
ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, സുബിത കറക്റ്റ് ആണ്. നൈസ്, ഗുഡ്. അതിന്റെ BP റവന്യൂ കൂടെ അയച്ചോളൂ സുബിത, അതും കൂടി ഫൈൻഡ് ചെയ്തോളൂ. ശിവാനി തെറ്റാണ്, ഒന്നുകൂടി നോക്കിയേ, ഒന്നുകൂടി ഫൈൻഡ് ചെയ്യും. ബുഷിറ കറക്റ്റ് ആണ്, ഗുഡ്. ആരാധന ലെഫ്റ്റ് ആയോ? ഓക്കെ, ബുഷിറ ഗുഡ് ഗുഡ് ഗുഡ്. സുബിത ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, നൈസ്. പറഞ്ഞോളൂ. സർ ഞാൻ ഇറങ്ങട്ടെ, മൺഡേ. അല്ല, നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നതിൽ മൺഡേ 6:30 to 8:30 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആണ്, പക്ഷേ എനിക്ക് 6-ന് ക്ലാസ്, ഇവിടുത്തെ 6, നാട്ടിലത്തെ 8:30-ക്ക് ക്ലാസ്സാ സർ. അപ്പൊ ഞാനൊരു ഓക്കെ 10 ഓക്കെ മിനിറ്റ്സ്, ഇന്നിപ്പോ മുബഷിറയ്ക്ക് ബുദ്ധിമുട്ടാ 6-ന് തുടങ്ങാൻ, കാരണം മോളെ പിക്ക് ചെയ്യാന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഓക്കെ 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 നേരത്തെ. അപ്പൊ എനിക്കൊരു, ഓക്കെ ഓക്കെ ഞാനിപ്പോ ഓൾറെഡി 10 മിനിറ്റ് ഉള്ളൂ, എനിക്ക് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഞാൻ എടുക്കും അവിടേക്ക് എത്താൻ. ഓക്കെ 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 ഓക്കെ. ഞാൻ ബാക്കി വീഡിയോ കണ്ടിട്ട്, ഇന്ന് 2 മണിക്കൂറല്ലേ ഉള്ളൂ സർ ക്ലാസ്? അതെ അതെ അതെ, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു. എത്ര ടൈം ക്ലാസ് വെക്കണം എന്നുള്ളത് സാർ വോയിസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം സർ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് കുറച്ച് വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഓക്കെയാണ് സർ. ഞാൻ ഓക്കെയാണ്. നിങ്ങളെല്ലാരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നാളെ എന്നോടൊന്ന് പറയാം കേട്ടോ. നാളത്തെ ക്ലാസ്സിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ സർ. ഓക്കെ ഓക്കെ സർ, ഞാൻ ലീവ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യന് വർക്കായിട്ട് തരും, അത് സാർ ത്രൂ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ താങ്ക് യു സർ. ഓക്കെ ഓക്കെ. ആരാധന കറക്റ്റ് ആണ് കേട്ടോ, ആൻസർ കറക്റ്റ് ആണ്. ആൻഡ് BP റവന്യൂ കൂടെ ഫൈൻഡ് ചെയ്തോ ആരാധന? TCM കറക്റ്റ് ആണോ? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ, ഒരു മിനിറ്റ്. അല്ല, തെറ്റാണ്. 12 മില്യൺ ആണ് TCM. 12 മില്യൺ. ഇത് 15 മില്യൺ ആണ് നീ അയച്ചിട്ടുള്ളത്. 12 മില്യൺ ആണ് TCM. ഓക്കെ, എവിടെയാണ് തെറ്റിയിട്ടുള്ളത് എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തേ. നിങ്ങൾക്കൊക്കെ ടൈം 2 ഹവറിന്റെ മുകളിലോട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. സാർ എന്റെ കേസ് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. സാർ എനിക്ക് മൺഡേ വെൻസ്ഡേ ഫ്രൈഡേ മോൾക്ക് കരാട്ടയുടെ ക്ലാസ് ഉണ്ട്. അപ്പൊ അത് നാട്ടിലെ ഓക്കെ 6 മണി വരെയാണ് ക്ലാസ്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടുന്ന് ഒരു 50 മിനിറ്റ്സ് എനിക്ക് ഇങ്ങോട്ട് നടന്നെത്താനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എനിക്ക് ഓക്കെ ആണ്. 5-ന് സാർ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും ഞാൻ ലോഗിൻ ആവും, പ്രോബ്ലം ഇല്ല. ഓക്കെ 5 മീൻസ് അവിടുത്തെ 6:30-ക്ക് സാർ സ്റ്റാർട്ട് ഓക്കെ ചെയ്യുമ്പോൾ ഓക്കെ ആണ്. 6 ആവുമ്പോ എനിക്ക് പറ്റില്ല. അതായത് മൺഡേ വെൻസ്ഡേ ഫ്രൈഡേ മാത്രം പറ്റില്ല. വീക്ക്ലി 3 ക്ലാസ് ആണ് വരുന്നത്. അത് ഓക്കെ എനിക്ക് ടൈം ചേഞ്ച് ചെയ്യാനും കഴിയുന്നില്ല. കാരണം ഇവർക്ക് ഈ ഓരോ ബെൽറ്റ് കാറ്റഗറി ആവുമ്പോൾ അത് അങ്ങനെ ആ ടൈമിൽ ക്ലാസ്. അതാണ് ഞാൻ സുബിതയായിട്ട് ഓക്കെ ഓക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സുബിതയ്ക്ക് പിന്നെ ഈ ഒരു മന്ത് മാത്രം പ്രോഗ്രാമുമായിട്ടുള്ള ഒരു ടൈം പ്രോബ്ലം ആണുള്ളത്. അത് കഴിഞ്ഞാൽ ഓക്കെ ആണ്.
സാർ ലേറ്റ് ആവുന്നത് കുഴപ്പമില്ല, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതായത് 3 hours ആക്കുന്നത് കുഴപ്പമില്ല. ഓക്കെ അതിനി ഞാൻ എന്താ വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തോളാം സാർ, പ്രോബ്ലം ഇല്ല. ഓക്കെ. അപ്പൊ ഡയറക്ട്ലി ഇത് 6 6-ന് ആവുന്നത് സ്റ്റാർട്ട് പറ്റില്ല. ചെയ്യുന്നതാണോ പ്രശ്നം? 6-ന് സ്റ്റാർട്ട് 6 ചെയ്യുന്നതാണോ എന്ന് പ്രശ്നം? വെച്ചാല് വീക്കിലി ബാക്കി 2 ദിവസം കുഴപ്പമില്ല. മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ പറ്റില്ല 6-ന്. ഓക്കെ, അല്ല അത് ഓൾറെഡി അത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ ഇതിൽ അതെ അതെ അയച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് അതെ സാർ അതെ എന്നോട് അതെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതെ തന്നിട്ടുള്ള ടൈമാണ് അത് തന്നിട്ടുള്ളത്. അപ്പൊ ആ രീതിക്കാണ് ഞാനത് അതെ. നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ടൈം ഷെഡ്യൂളിൽ പോവാം എന്ന് സാറിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ സാർ അങ്ങനെ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അതാ രീതിയിലേ പോവുള്ളൂ. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ഐ തിങ്ക് അല്ലേ? ഈ 3 ദിവസം അതെ 6:30, ബാക്കിയുള്ള ദിവസം 6-ന് ആ രീതിയിലേ 6. പോവാ. അതെ ഓക്കെ, ഓക്കെ സാർ. ടൈം അധികം എടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ ഒരു 1 hour ഡിപ്പെൻസ് ഓൺ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോ അതിനനുസരിച്ചിട്ട് എല്ലാവരും ഓക്കെ ആണ്, എല്ലാവർക്കും പ്രോപ്പറായിട്ട് 100% ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇരുന്നിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, ഓക്കെ ഓക്കെ 100% ഇല്ല കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒന്നും കിട്ടൂല. ഓക്കെ, അപ്പൊ അത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ ഇരിക്കണം. നമ്മളൊരു ഓഫ്ലൈൻ ക്ലാസ് ഓക്കെ ആകുമ്പോൾ നമുക്ക് കുട്ടികളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പല ഗെയിംസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടോ അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒരു ലിമിറ്റഡ് ടൈം ആണുള്ളത്, അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് 100% ഇരുന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. ഓക്കെ, ശിവാനി ഓക്കെ ആണോ? ആ സാർ കേട്ടത് ഇതാ ടൈപ്പ് ചെയ്യണം. ഒന്ന് ടൈപ്പ് ചെയ്തേ. ശിവാനി കറക്റ്റ് ആണ്. ഗുഡ് 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 ഗുഡ്. ഓക്കെ, നൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ് ചെയ്ത് വരിക. കുറച്ച് ക്വസ്റ്റ്യന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 2-3 ക്വസ്റ്റ്യന് ഓക്കെ, നമ്മൾ തുടങ്ങുന്നുള്ളൂ. 2-3 ക്വസ്റ്റ്യനൊക്കെ മെല്ലെ മെല്ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന രൂപത്തിൽ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് നമ്മളുടെ ടൈമും അത്യാവശ്യം മാനേജ് ചെയ്ത് പോകും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. എ കമ്പനി സെൽസ് എ സിംഗിൾ പ്രൊഡക്റ്റ് അറ്റ് 50 പെർ യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 50. ഇതെന്താണ് സെല്ലിംഗ് പ്രൈസ് കേട്ടോ? ഓക്കെ, ദ കമ്പനി ഹാസ് ബജറ്റഡ് ടു സെൽ 600,000 യൂണിറ്റ്സ്. ഇതെന്താണ് യൂണിറ്റ്സ്? സെയിൽസ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇൻ ദ കമ്മിങ് ഇയർ. ഓക്കെ, കമ്മിങ് ഇയറിൽ ദ കമ്പനീസ് ബജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർ ദ കമ്മിങ് ഇയർ. ബജറ്റഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 20 million തന്നിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് 10 million, സെല്ലിംഗ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 7.5 million, ഓപ്പറേറ്റിംഗ് ഇൻകം 2.5 million. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് കൺസിസ്റ്റ് ഓഫ് 75% വേരിയബിൾ കോസ്റ്റ് ആൻഡ് 25% ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, ഇതിൽ 75%
വേരിയബിൾ കോസ്റ്റ് 25% ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ 75% എത്രയാണ്? 75% എത്രയാണ്? 20 മില്യൺ ഇൻറ്റു 75%, 15 മില്യൺ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 5 മില്യൺ. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 25% ഫിക്സ്ഡ് കോസ്റ്റ് പറഞ്ഞു. സെയിൽസ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആർ 40% വേരിയബിൾ കോസ്റ്റ് ആൻഡ് 60% ഫിക്സ്ഡ് കോസ്റ്റ്. ഈ ഒരു കോസ്റ്റിൽ, അതായത് സെല്ലിംഗ്, ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റിൽ 40% വേരിയബിൾ കോസ്റ്റ്, 40% വേരിയബിൾ കോസ്റ്റ്, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 60% ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എത്രയാണ് വരുന്നത്? 7.5 മില്യൺ ഇൻറ്റു 40%, 3 മില്യൺ. 3 മില്യണും അപ്പോൾ ബാക്കി 4.5 മില്യൺ ആണ് വേറെ. 4.5 മില്യൺ, 4.5 മില്യൺ. ഓക്കെ, അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര എന്നുള്ളത് കിട്ടി. 50 മില്യണും 3 മില്യണും 18 മില്യണും. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 18 മില്യൺ എന്ന് കിട്ടി. ഓക്കെ, 18 മില്യൺ. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്ര? ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് TFC 4.5, 9.5 മില്യൺ, 9.5 മില്യൺ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റകളും ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ഇത് ടോട്ടലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടും. ഒന്നെങ്കിൽ ടോട്ടൽ അതായത് സെയിൽസ് റവന്യൂ മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എടുത്തിട്ട് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സ് ആണോ ഈ യൂണിറ്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ആ രീതിയിൽ തന്നെ ചെയ്തു പോകാം. ഓക്കെ, ആ രീതിയിൽ തന്നെ ചെയ്തു പോകാം. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത്? 18 മില്യൺ, മറ്റേത് 30 മില്യൺ. 30 മില്യൺ SP മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 18 മില്യൺ. ഓക്കെ, അപ്പോൾ നമുക്ക് 22 മില്യൺ എന്ന് കിട്ടും അല്ലേ? 22 മില്യൺ അല്ല, 12 മില്യണോ? 12 മില്യൺ. ഓക്കെ, 22 അല്ല, 12 മില്യൺ. 12 ones. ഓക്കെ, 12 മില്യൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ. ഇത് ഡിവൈഡഡ് ബൈ 600,000 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CM per യൂണിറ്റ് കിട്ടും. CM per യൂണിറ്റ് കിട്ടും 20 അല്ലേ? 20 അല്ലേ വരുന്നത്? 20 അല്ലേ മക്കളെ? Yes, sir. 20 CM per യൂണിറ്റ്. ഓക്കെ, CM per Yes, യൂണിറ്റ് sir. 20 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് BEP യൂണിറ്റ്സ് അല്ല ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. BEP യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു TFC ഡിവൈഡ് ബൈ CM per യൂണിറ്റ്. എത്രയാണ്? 9.5 മില്യൺ divided by 20 is equal to 4,75,000. They multiply 50 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BEP റവന്യൂ ആയിട്ടുള്ള 23. ഓക്കെ, ഇതെന്താണ്? BEP റവന്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം. നിങ്ങൾക്ക് എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പോവാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം.
ഓക്കെ ആണോ? യെസ് സർ കഴിഞ്ഞു. എഴുതി. ശിവാനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? Sir, I mean, screenshot at the. ഓക്കെ ഷുവർ. ആരാധന ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? മുബഷിറ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ ആണോ അല്ലേ? ഓക്കെ. സ്ക്രീൻഷോട്ട് എടുത്തില്ലേ? Sir. ഓക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. മില്യൺസിലേക്ക് ഇപ്പോ യൂസ്ഡ് ആയി വരുന്നില്ല. അത് എത്രയും ട്രൈ ചെയ്തിട്ട് ആവണില്ല. ഓക്കെ. മില്യൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മള് യു എസിന്റെ ഇതല്ലേ, അപ്പോ ആ രീതിയിൽ തന്നെ പോവാ. മില്യൺസ്, ബില്യൺസ്, തൗസൻഡ്സ്. ഓക്കെ, തൗസൻഡ്സ്, മില്യൺസ്, ബില്യൺസ്. ഓക്കെ, നമുക്ക് ഈ ലാക്ക് പരിപാടി ഇല്ല. ഓക്കെ, ലാക്ക് ക്രോഡ്സ് പരിപാടി ഇല്ല. ഓക്കെ, അപ്പോ എപ്പോഴും മില്യൺസ്, തൗസൻഡ്സ് അത് അതിനോട് യൂസ്ഡ് ആവും. ഓക്കെ, അത് ചില സമയത്ത് നമ്മൾ പറയുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ലാക്സ് ഒക്കെ കയറി വരും. ഓക്കെ, എപ്പോഴും നമ്മൾ കഴിയുന്നിടത്തോളം നമ്മൾ ആ രീതിക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും തൗസൻഡ്സ്, ഇപ്പോൾ 600,000 എന്ന് പറയുമ്പോൾ എത്ര സീറോസ് ഉണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഇപ്പൊ നമ്മൾ മില്യൺസ് എഴുതുമ്പോൾ അതിലെത്ര സീറോസ് ഉണ്ട്, ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഓക്കെ, നിങ്ങൾ ഏത് രീതിയിലും അത് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഓക്കെ ആണോ? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മളെ സെന്റൻസ് ബൈ ടു ആ ഒരു ടൈപ്പ് ഓഫ് സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് പഠിച്ചു. എങ്ങനെയാണ് ചേഞ്ച് ഡിവൈഡ് ബൈ ബേസ് ഇൻറ്റു 100 ആ രീതിയിൽ പറഞ്ഞു. ചേഞ്ച് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഓക്കെ, ചേഞ്ചിന്റെ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി. ഓക്കെ, അതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. അത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഒക്കെ വരും ക്ലാസ്സുകളിൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകണം. ഓക്കെ, അപ്പോ എന്നാലേ നമുക്ക് കൂടുതൽ പോർഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാനും പോകാൻ ആ ഒരു രീതിക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളും നിങ്ങളുടെ ബാക്കിയുള്ള ടൈം ഇതിന് കൂടുതൽ എഫേർട്ട് എടുത്ത് കൂടുതൽ ടൈം ഇതിന് സ്പെൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി കുറച്ചും കൂടി ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ഒന്നും കൂടി ലെവലപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് വരിക കേട്ടോ. ഓക്കെ, രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ഞാൻ സാർ ത്രൂ ഷെയർ ചെയ്യാം. ഓക്കെ, അതും ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ വരിക. ഓക്കെ ഓക്കെ എനിവേസ് ആർക്കൊന്നും കുഴപ്പമില്ലല്ലോ? ആരാധന ഓക്കെ അല്ലേ? ഓക്കെ. എനിവേസ് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു സർ. Bye. താങ്ക് യു സർ.